ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടറിനെ കുറിച്ചുള്ളൊരു റിവ്യൂ ആണ്. ഞാനത് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1 മന്തായി. 1 മന്ത് കഴിഞ്ഞു. അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഇന്ന് നമ്മളെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് അടിപൊളിയാണ്. സത്യത്തിൽ ഞാനിത് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. പെട്ടെന്ന് തന്നെ ബേബി ഹെയർസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നല്ല പോലെ ഒരു വ്യത്യാസം നമ്മുടെ ഹെയറിൽ നമുക്കിത് കാണാൻ കഴിയും. കൂടുതൽ ബേബി ഹെയർസ് പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. കൂടാതെ മുടിക്ക് നീളം വയ്ക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു പ്രോഡക്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ചെറിയ രീതിയിലൊരു ഡ്രൈനെസ് ഉണ്ടാവുന്നുണ്ട്. അതിന് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഓയിൽ എടുത്തിട്ട് ഹെയറിൽ നമ്മൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഒരു ഓയിൽ എടുത്തിട്ട് ഒരു 5 to 6 ഡ്രോപ്സ് മതി. എടുത്തിട്ട് നമ്മുടെ ഹെയറിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പ്രോഡക്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അധികം ഡ്രൈനെസ് വരാൻ സാധ്യതയില്ല. ഡ്രൈനെസ് ഒന്ന് കുറഞ്ഞ് കിട്ടും. ഇത് ഞാൻ ഉപയോഗിച്ചത് ഇത് പല രീതിയിൽ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. ഞാനിത് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് ഒരു 1/2 hour അത് ഹെയറിൽ കുറച്ച് ഓയിലെടുത്ത് അപ്ലൈ ചെയ്യും. എന്നിട്ടൊരു 5 minutes കഴിഞ്ഞിട്ടാണ് ഞാനിത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അധികം നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കണ്ട. കാരണം കൂടുതലായി സ്പ്രേ ചെയ്താൽ പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് വരുന്നതുകൊണ്ട് നമ്മൾ കൂടുതലായി ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് ഒരു കുറച്ച് മാത്രം, അതായത് എല്ലാവരുടെയും നമുക്കറിയാമല്ലോ നമ്മുടെ ഹെയറിൽ എത്രയ്ക്ക് ആവശ്യമുണ്ടെന്ന്. ഒരു ലിമിറ്റിന് മതി ഇത്, അധികം വേണ്ട. 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നല്ല പോലെ ഹെയർ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ സ്പ്രേ ചെയ്ത് അരമണിക്കൂറിനുള്ളിൽ, അതൊരു 20 മിനിറ്റ് ആവാം അല്ലെങ്കിൽ 15 മിനിറ്റ് ആവാം, എന്തായാലും അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ എപ്പോഴും ഹെയർ വാഷ് ചെയ്തിരുന്നു. വാഷ് ചെയ്യുന്നത് ഷാമ്പു ഒന്നും ഉപയോഗിച്ചിട്ടല്ല, സാധാരണ നോർമൽ വാട്ടറിലാണ് വാഷ് ചെയ്ത് കളയുന്നത്. അങ്ങനെ ഞാനൊരു 1 മന്ത് റെഗുലറായിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അധികമല്ല, കുറച്ച് മാത്രം, കുറച്ച് ഡ്രോപ്സ് എടുത്തിട്ടായിരുന്നു സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഫ്രണ്ടിൽ ഒരുപാട് ബേബി ഹെയർസൊക്കെ വന്നു തുടങ്ങി. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഹെയർ ലെങ്ത്ത് വയ്ക്കുന്നതായി തോന്നിയിട്ടുണ്ട്. ഞാനിങ്ങനെയാണ് ഇത് ഉപയോഗിച്ചത്. അങ്ങനെ ഉപയോഗിച്ചപ്പോഴാണ് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത്. പക്ഷേ ഒരുപാട് പേര് പറഞ്ഞു വൈകുന്നേരം നൈറ്റ് ടൈമിൽ നമ്മൾ ഹെയറിൽ സ്പ്രേ ചെയ്തിട്ട് രാവിലെ മോർണിംഗ് വാഷ് ചെയ്ത് കളഞ്ഞാൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് കിട്ടുന്നതുകൊണ്ട് ഞാൻ കുറച്ച് 1 മന്ത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുന്നു. നൈറ്റ് ടൈമിൽ ഹെയറിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് മോർണിംഗ് ആണ് ഞാനിത് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നത് 1 വീക്ക്. പക്ഷേ അപ്പോൾ എനിക്ക് നല്ല പോലെ അത്യാവശ്യം ഹെയർ ഫാൾ ഉണ്ടാകുന്നതായി തോന്നി. കാരണം ഒരുപാട് സമയം നമ്മളിത് ഹെയറിൽ വയ്ക്കുന്നത് കൊണ്ടാവാം നമ്മുടെ ഹെയറിലത് അത്ര ശരിയാവുന്നില്ല തോന്നി. അതുകൊണ്ട് തന്നെ ഞാനിത് അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തു. മുമ്പ് ഞാൻ എങ്ങനെയാണോ ഉപയോഗിച്ചത് ഒരു 1/2 hour അല്ലെങ്കിൽ 20 minutes മാത്രം ഹെയറിൽ സ്പ്രേ ചെയ്ത് അപ്പോൾ തന്നെ വാഷ് ചെയ്ത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റായി തോന്നിയത്. നൈറ്റ് ടൈമിൽ വയ്ക്കുമ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല ഹെയർ ഫാൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹെയർ ഭയങ്കരമായി ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഹെയറിൽ ഒരുപാട് ഡ്രൈ ആവുന്നത് പോലെ തോന്നുന്നുണ്ട്. ഒരു ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഹെയറുടെ ഒരു ടെക്സ്ചർ തന്നെ ഇല്ലാതാവുന്ന പോലെ തോന്നി. അതുകൊണ്ട് എനിക്കിതിൽ നല്ല റിസൾട്ട് കിട്ടിയത് ഒരു 50 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഹെയറിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അപ്പം തന്നെ അത് വാഷ് ചെയ്ത് കളയുന്നതിലാണ് എനിക്ക് നല്ല റിസൾട്ടായി തോന്നിയത്. പിന്നെ ഇപ്പം ഞാനിത് വീക്ക്ലി 2 അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. കാരണം അത് നമ്മുടെ ഹെയറുമായിട്ട് ഭയങ്കര കണക്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഡെയിലി യൂസ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ 1 മന്ത് കഴിഞ്ഞു റെഗുലറായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ റെഗുലറായി ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ആഴ്ചയിൽ 2 ദിവസം മാത്രം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നല്ല റിസൾട്ട് ഉണ്ട്. ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഈ പ്രോഡക്റ്റ് നല്ലതാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. ഹെയർ ഫോളോ എന്തെങ്കിലും ഓരോരാളുടെ ഹെയറും ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ ഓരോരുത്തരുടെയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങി ഉപയോഗിച്ച് നോക്കുക. ഹെയർ ഫോളോ മറ്റ് ഇഷ്യൂസോ ഡ്രൈനെസ്സോ ഓവർ ഡ്രൈനെസ്സോ റാഷസോ അങ്ങനെ അലർജിയോ വല്ലതും ഹെയറിൽ ഉണ്ടാവുകയാണെങ്കിൽ സ്കാൽപ്പിലും ഉണ്ടാവുകയാണെങ്കിൽ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ഉപയോഗിക്കേണ്ട, പരീക്ഷണം ചെയ്യേണ്ട. കാരണം നമ്മുടെ ഹെയറാണ്. അത്യാവശ്യം കുഴപ്പമില്ല, പ്രോഡക്റ്റ് നല്ലതാണെന്ന് തോന്നി.
ഇതൊരു പെയ്ഡ് പ്രമോഷനോ ഒന്നുമല്ല. ഞാൻ വാങ്ങി ഉപയോഗിച്ച എൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള റിസൾട്ടാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബൈ ബൈ ഫ്രണ്ട്സ്, സീ യു ടു ദ നെക്സ്റ്റ് വീഡിയോ.